ചേട്ടാ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർ കാണിച്ച മാധ്യമ പ്രവർത്തന ശൈലിയുണ്ട്. എയറിൽ നിന്നും വാർത്തയുണ്ടാക്കുക എന്ന് പറയുന്ന ഒരു ശൈലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്നലത്തെ മുഴുവൻ ടാർഗറ്റും സുധാകരൻ തന്നെയായിരുന്നു എന്ന് നമുക്കറിയാം. പക്ഷെ രാത്രിയോടെയാണ് മനസ്സിലാകുന്നത് ഇതെല്ലാം വെറും ഒരു മാധ്യമ സൃഷ്ടി മാത്രമായിരുന്നു എന്ന്. യഥാർത്ഥത്തിൽ ഇതാണോ യഥാർത്ഥ മാധ്യമ പ്രവർത്തനം? രാഹുലെ, ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട വിഷയമാണ് രാഹുൽ സംസാരിച്ചത്. ഏതാണ്ട് രാവിലെ നമ്മൾ കേൾക്കുന്ന വാർത്ത സുധാകരന് സീറ്റില്ല എന്നാണ്, ലിസ്റ്റിൽ അദ്ദേഹത്തിൻ്റെ പേരില്ല. അതെ. ദെൻ അവിടുന്ന് നമ്മൾ അങ്ങോട്ട് ഏതാണ്ട് ഒരു 12 മണി അടുപ്പിച്ച് ബഹുമാനപ്പെട്ട കോൺഗ്രസ് നേതാവ് AK ആൻ്റണി മാധ്യമങ്ങളെ കാണുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് എന്താണ്? മാസിസ്റ്റുകാരുടെ മർദ്ദനം നേരിട്ട് പാർട്ടിയെ വളർത്തിയ, കണ്ണൂർ വളർത്തിയ ഒരു നേതാവാണ് K സുധാകരൻ. സുധാകരൻ അങ്ങനെ കോൺഗ്രസ് വിട്ടു പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അത് ഞാനും കേട്ടു, രാഹുലും കേട്ടു. അപ്പോഴത്തേക്കും വ്യാഖ്യാനം വന്നു കഴിഞ്ഞു. രാഹുൽ ഗാന്ധിയോട് AK ആൻ്റണി പറഞ്ഞു കഴിഞ്ഞു ഇദ്ദേഹത്തിന് സീറ്റുണ്ട്. ശരി, അത് നിന്നോട്ടെ. പക്ഷേ പിന്നീട് ഇങ്ങോട്ട് വരുന്ന, അങ്ങനെ പറഞ്ഞു എന്ന് വെച്ചു, ഉടനെ തന്നെ വരുന്നു അദ്ദേഹത്തിന് സീറ്റ്. ആർക്ക് സീറ്റ്? K സുധാകരന് സീറ്റ്. അതിൻ്റെ താഴെ ഹൈക്കമാൻഡ് സുധാകരന് മുന്നിൽ വഴങ്ങി. ഞാൻ അപ്പം നോട്ട് ചെയ്തു, എന്തെങ്കിലും തരത്തിലൊരു ചിന്ത ഹൈക്കമാൻഡിന് ഉണ്ടെങ്കിൽ അതിന് പണി കൊടുക്കാനുള്ള മറുപണിയാണ് ഈ കാണിച്ചത്. പിന്നെ ഒരിക്കലും രാഹുൽ ഗാന്ധിയോട് AK ആൻ്റണി അങ്ങനെ പറഞ്ഞിട്ടേയില്ല. അല്ല, ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കുന്നത് മറ്റു കുറേ വിഷയങ്ങളുണ്ട്. ആ സമയത്ത് തന്നെയാണ് ഇപ്പോൾ അലോഷ്യസ് സേവ്യർ രാജിവെച്ചു എന്ന് പറഞ്ഞിട്ടുള്ള വലിയ വാർത്തകൾ അടിച്ച് ഇറക്കുന്നു. ഒറ്റ മണിക്കൂർ കൊണ്ട് തിരുത്തുന്നു അലോഷ്യസ് സേവ്യർ രാജിവെച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അടിച്ചിറക്കുന്നു. ഇപ്പോൾ യഥാർത്ഥത്തിൽ മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ സുധാകരൻ മത്സരിക്കുന്നില്ല, ഇതാ ഞങ്ങൾ പറഞ്ഞതുകൊണ്ട് സുധാകരന് സീറ്റ് കൊടുക്കുന്നു. ഇവിടുത്തെ മാധ്യമപ്രവർത്തകരാണോ യഥാർത്ഥത്തിൽ സുധാകരന് സീറ്റ് കൊടുക്കുന്നത്? ഇപ്പോൾ ഹൈക്കമാൻഡിനെ സംബന്ധിച്ച് അവർക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളുണ്ട്. ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ എനിക്ക് തോന്നുന്നു അതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള മറുപടി എനിക്ക് തോന്നുന്നു മുരളീധരനും അത് കൃത്യമായിട്ട് കൊടുത്തു. അതായത് ഇത്രയും സ്ക്രീനിങ് കമ്മിറ്റികളുണ്ട്. ഈ കമ്മിറ്റികളിലെല്ലാം ചെന്നതിന് ശേഷം കൃത്യമായിട്ട് ആളുകളെ എടുത്ത് പിന്നീട് അത് മാറ്റാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഒരു പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ലിസ്റ്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് മാറ്റിയിട്ട് മറ്റൊരാളെ പ്രഖ്യാപിക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ് കോൺഗ്രസിനെ സംബന്ധിച്ച്. അത്രയും വലിയ പ്രശ്നങ്ങളിലേക്കൊക്കെ AICC പോകണമെങ്കിൽ അത്രയും വലിയ പ്രതിസന്ധികൾ ഉണ്ടാകണം. ഇപ്പം സുധാകരനെ സംബന്ധിച്ച് അദ്ദേഹം എനിക്ക് സീറ്റ് വേണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിനപ്പുറത്തേക്ക് സീറ്റ് തന്നില്ലെങ്കിൽ ഞാനിപ്പോൾ പോകാൻ പോകുന്നു എന്നൊന്നും പറഞ്ഞില്ല. ഇപ്പോൾ മാധ്യമങ്ങൾ തന്നെ പറയുന്നത് എന്താണ്? സുധാകരൻ നമ്മുടെ AICC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KC വേണുഗോപാലിനെ ഫോൺ വിളിക്കുന്നു. സീറ്റിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചതിന് ശേഷം സീറ്റ് കാണാൻ പാടായിരിക്കും എന്ന് പറയുന്നുണ്ട്. ഓക്കെ ബൈ എന്ന് പറഞ്ഞിട്ട് ഫോൺ വെച്ചിട്ട് പോകുന്നതാണോ? അല്ലെങ്കിൽ ഓക്കെ ബൈ എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. എന്നിട്ട് എന്താണ് പറയുന്നത്? ഇതാ സുധാകരൻ പോകാൻ പോകുന്നു, കോൺഗ്രസ് പാർട്ടിയോട് ഓക്കെ ബൈ പറഞ്ഞിരിക്കുന്നു. ഫോണിൽ AICC ജനറൽ സെക്രട്ടറിയോടാണ് ഓക്കെ ബൈ പറഞ്ഞത്. ഇനി സുധാകരൻ പാർട്ടിയിലില്ല, സ്വതന്ത്രനായിട്ട് മത്സരിക്കാൻ പോകുന്നു. അദ്ദേഹം ഇപ്പോൾ നമ്മൾ സാധാരണയായിട്ട് ഫോൺ വിളിച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞു ശരി ഓക്കെ ബൈ എന്നല്ലേ അവസാനം പറയുന്നത്. ഇത് ഇത്രത്തോളം വാർത്തയാക്കാൻ എന്താണ് വിഷയമെന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചു. ഇപ്പോൾ സുധാകരൻ AICC ജനറൽ സെക്രട്ടറി ഓക്കെ ബൈ പറഞ്ഞു, ഫോൺ വെക്കാൻ നേരത്ത് ഓക്കെ ബൈ എന്ന് പറഞ്ഞു ഫോൺ വെച്ചു. ഇതായിരുന്നു ഏറ്റവും വലിയ വിഷയം. അല്ല, സത്യത്തിൽ രാഹുലെ ഇത് കേൾക്കുമ്പോണല്ലോ, രാഹുൽ ഇത് പറഞ്ഞു കേൾക്കുമ്പോൾ ഞാൻ അറിയാതെ ചിരിച്ചു പോയതാണ്. കാര്യം എന്ന് വെച്ചാൽ ഈ മാധ്യമ പ്രവർത്തകരെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ നമ്മളൊന്നും പറയാൻ ആളല്ല. കാര്യം മാധ്യമപ്രവർത്തകർ മീൻസ് നമ്മൾ പത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്ന വിഷ്വൽ മീഡിയ, ഇവരെല്ലാം നമ്മുടെ സുഹൃത്തുക്കളൊക്കെ തന്നെയാണ്. പക്ഷേ എന്തിനീ പറയുന്ന രീതിയിൽ ഒരു വല്ലാത്ത ഇതും കൂടെ പറയാം. നമ്മുടെ ഇവിടെ ചർച്ചയ്ക്ക് വരാറുള്ള മാതൃഭൂമിയുടെ ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകനുണ്ട്, രാജഗോപാൽ എന്നാണ് സാറിൻ്റെ പേര്. അറിയാം, രാഹുലിനെ അറിയാം. നമ്മളുമായിട്ട് നിരവധി ചർച്ചകൾക്ക് നമുക്ക് കിട്ടുന്ന ഒരാളാണ്. അദ്ദേഹത്തിനോട് ഞാൻ ഈ കാര്യം പറയുകയാണ്. സാർ, ഇങ്ങനൊരു വാർത്ത കേൾക്കുന്നല്ലോ, അയ്യപ്പദാസ് ഇത് എന്താ ഈ പറയുന്നത്? അദ്ദേഹം ആന്റണി ആ പറഞ്ഞതിൽ എവിടെയാണ് അദ്ദേഹത്തിന് സീറ്റ് ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞത്? ആ നിമിഷം നമ്മളിപ്പോ ഒരു മുതിർന്ന ഒരാൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ കയറെടുത്തു, അല്ലെ? കാളെ പറ്റി കയറെടുക്കുന്നതാണെങ്കിൽ ഓക്കെ. ഇത് കാള പെറുന്നതിന് മുമ്പിട്ടേ കയറും എടുത്തുകൊണ്ട് താണ്ട് ഇപ്പൊ പ്രസവിക്കും എന്ന് പറഞ്ഞ് മാധ്യമങ്ങൾ കൊണ്ടുനടക്കുകയാണ്. മാധ്യമങ്ങളാണ് ഇവിടെ സുധാകരന് സീറ്റ് കൊടുക്കുന്നത്. രാഹുൽ ചോദിച്ചൊരു കാര്യം, മാധ്യമങ്ങളാണോ ഇത് ചെയ്യുന്നത്? ചില മാധ്യമപ്രവർത്തകർക്ക് അങ്ങനെ ഒരു ധാരണയുണ്ട്. അവരാണ്
ഇവിടുത്തെ രാഷ്ട്രീയം നിയന്ത്രിക്കുന്നത്. അവർ പറയുന്നവർക്ക് സീറ്റ്. നമ്മൾ കൂടുതലൊന്നും, കാര്യം തലസ്ഥാനത്ത് ജോലി ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. എനിക്ക് നീണ്ട കാലം ഇവരെയൊക്കെ ഈ പറയുന്ന പോലെ ഇവരുടെയൊക്കെ രാപ്പനി. പക്ഷേ എല്ലാവരും അങ്ങനെയല്ല കേട്ടോ, എല്ലാവരും അങ്ങനെയല്ല. ഞാൻ ഒരിക്കലും എല്ലാവരും പറയില്ല. ചില ആൾക്കാർക്ക് ഒരു ബോധ്യമുണ്ട്, ഞങ്ങളാണ് തലസ്ഥാനത്തെ രാഷ്ട്രീയം നിയന്ത്രിക്കുന്നത്, അല്ലെങ്കിൽ ഡൽഹിയിലെ രാഷ്ട്രീയം നിയന്ത്രിക്കുന്നത് ഞങ്ങളാണ്. എന്നാൽ നിങ്ങൾ വസ്തുതകൾ വെച്ചോണ്ട് പറയാം. ഇതിപ്പോ ആ ഉച്ചയ്ക്ക് മുന്നേ എന്നിട്ട് ഹൈക്കമാൻഡ് സുധാകരന് മുന്നിൽ വഴങ്ങി. ഞാൻ അപ്പോൾ വിധി എഴുതി മനസ്സിൽ, ഇതാ തീർന്നു. ഹൈക്കമാൻഡ് വഴങ്ങി എന്നൊക്കെ പറഞ്ഞ് എഴുതിയ ഹൈക്കമാൻഡ് സുധാകരന് മുന്നിൽ വഴങ്ങി, സുധാകരൻ ഹൈക്കമാൻഡിന് മുന്നിൽ വഴങ്ങി. അല്ല, സുധാകരൻ ഹൈക്കമാൻഡിന്റെ മുട്ടു കുത്തിച്ചു. ഏറ്റവും അവസാനം സുധാകരൻ ഹൈക്കമാൻഡിന് വഴങ്ങി. എന്നിട്ട് ഇതാണ് സുധാകരന്റെ ബിൽഡിങ്, അദ്ദേഹം താമസിക്കുന്ന ഫ്ലാറ്റ്, ഇതാണ് ഗോദാവരി ഫ്ലാറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളെല്ലാം കൂടെ ഫ്ലാറ്റ് കാണിക്കുന്നു. സുധാകരൻ ഇറങ്ങി വന്നിട്ട് ചോദിച്ചത്, എവിടെ പോവാനാ സാറ് പാർട്ടി വിട്ട് പോകുന്നില്ലേ എന്ന് ചോദിക്കുമ്പോ എവിടെ പോവാനാ, കണ്ണൂർ ഭാഷയിലാണ് പറഞ്ഞത്, എവിടെ പോവാനാ, ഞാൻ ഈ പാർട്ടിയിൽ തന്നെയുണ്ട്, ഞാന് എത്രയോ ചെറുതാണ്, പാർട്ടിയാണ് എത്രയോ വലുതാണ്. അതെ, അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ള സംഗതി മാധ്യമ പ്രവർത്തനം അത് അവരല്ല. അല്ല, എനിക്ക് ഇതിനു മുമ്പിട്ടേ കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നു. അതായത് ഞാൻ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞതുപോലെ അവസാനം സുധാകരന് സീറ്റ് കൊടുത്തില്ലെങ്കിൽ സുധാകരൻ പറയാൻ പോകുന്നത് ഞാൻ പാർട്ടിക്ക് വിധേയനാണ് എന്ന് തന്നെയാണ്. കാരണം കണ്ണൂരിൽ പാർട്ടി ഉണ്ടാക്കിയത് സുധാകരനാണ്. ഇപ്പോ പല ആളുകളും പറയുന്നുണ്ട് സുധാകരൻ കണ്ണൂർ പണി കൊടുക്കുന്നത്. സുധാകരനാണ് കണ്ണൂർ കോൺഗ്രസ് ഉണ്ടാക്കിയത്. ആ ഇരിക്കുന്ന DCC ഓഫീസ് വരെ സുധാകരൻ ഉണ്ടാക്കിയാണ്. രാഹുലെ, അത് നമുക്ക് മറ്റൊരു വിഷയമാണ്. അദ്ദേഹത്തിന് മുറിവ് പറ്റിയിട്ടുണ്ട്. നമ്മളിത് അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ അവസാന, അതായത് പ്രായം ഒരുപാടായ സമയത്ത് അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നു കണ്ണൂരിൽ താൻ മത്സരിക്കണമെന്നുള്ളത്. അത് അദ്ദേഹത്തിന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ കൂടെ നടക്കുന്ന പ്രവർത്തകരുടെ ഒരു വിശ്വാസമായിരുന്നു സുധാകരൻ മത്സരിക്കണം, സുധാകരൻ നിയമസഭയിലേക്ക് വരണമെന്നുള്ളത് ആഗ്രഹമാണ്. ഇപ്പോ എത്രയോ അണികളുണ്ട്, അല്ലെങ്കിൽ സുധാകരനെ ഇഷ്ടപ്പെടുന്ന എത്രയോ ആളുകളുണ്ട്. ഇപ്പോൾ എനിക്ക് തന്നെ ആഗ്രഹമുണ്ടായിരുന്നു സുധാകരൻ നിയമസഭയിലേക്ക് വരണം എന്നുള്ളത്. അപ്പം കണ്ണൂരിനെ സംബന്ധിച്ച് കണ്ണൂർ പാർട്ടി ഉണ്ടാക്കിയത് സുധാകരനാണ്. കണ്ണൂരിൽ ഇപ്പോൾ മത്സരിക്കുന്ന ആരൊക്കെയാണോ, ഏതൊക്കെ നേതാക്കന്മാരാണോ, അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് ആണെങ്കിലും ബ്ലോക്ക് പഞ്ചായത്ത് ആണെങ്കിലും വാർഡ് മെമ്പർമാരാണെങ്കിൽ പോലും അതിൽ സുധാകരന്റെ കൃത്യമായിട്ടുള്ള കൈകടത്തലുണ്ട്. അവിടെ വന്നിട്ടുള്ള ഓരോ ജനപ്രതിനിധിയും അത് സുധാകരന്റെ ശിഷ്യന്മാരായിട്ട് കടന്നു വന്ന ആളുകളാണ്, സുധാകരനെ ഇഷ്ടപ്പെട്ട് കടന്നു വന്ന ആളുകളാണ്. അവർക്കൊക്കെ ഒരു വികാരമേ ഉള്ളൂ സുധാകരൻ എന്ന് പറയുന്നത്. സുധാകരന് വേണ്ടിയിട്ട് ഒരു സീറ്റ് മാറ്റി വെച്ചു കൊടുക്കാൻ എന്താ കണ്ണൂരിൽ ഇപ്പോ നിൽക്കുന്ന ജനപ്രതിനിധികൾക്ക് കഴിയില്ലേ? അവരെ സംബന്ധിച്ച് അവർക്ക് സുഖമായിട്ട് മാറിക്കൊടുക്കാൻ കഴിയും. അതാണ് സുധാകരൻ എന്ന് പറയുന്നത് നേതാവ്. പക്ഷേ ഈ പറയുന്ന രീതിയിൽ അവിടെയും മൂട്ടും ഇവിടെയും മൂട്ടും നടുക്ക് നിന്ന് ചോര കുടിക്കുന്ന പണിയാണ് ഇവിടെ ചെയ്തത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഹൈക്കമാൻഡ് വഴങ്ങി. എന്തിനിങ്ങനെയൊക്കെയുള്ളത്? അദ്ദേഹത്തിന് അഥവാ അങ്ങനെ സംസാരിച്ച് കൊടുക്കാൻ തീരുമാനിച്ചാലും ദാ തീർന്ന് ഉടൻ തന്നെ അടൂർ പ്രകാശിനെ അറിയിക്കുന്നു. അടൂർ പ്രകാശ് പ്രസിദ്ധീകരിച്ചിരുന്ന അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കുന്നു. ഇതൊക്കെ രാഹുലെ, ഇത് കൃത്യമായിട്ട് ഞാൻ പറയാം. എനിക്കറിയാം ഈ ചേട്ടന്മാരെയൊക്കെ. ഈ ചേട്ടന്മാരെ കൈയിരിപ്പെന്ന് പറഞ്ഞാൽ ഇത് തന്നെ ആയിരിക്കും. ഈ ചേട്ടന്മാർ തന്നെയാണ് ഇതിനകത്ത് ഗംഭീരമായിട്ട് കളിച്ചിട്ടുള്ളത്. ഞാൻ ആരെ പേരും പറയുന്നില്ല. ഈ ചേട്ടന്മാരെ ഗെയിം തന്നെയാണ് ഈ കണ്ടതെല്ലാം. അദ്ദേഹത്തിന് ഇപ്പോൾ രാഹുൽ പറഞ്ഞ പോലെ ഒരു സീറ്റ് കിട്ടാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് എരികേറ്റി, അദ്ദേഹത്തിന് ഇവിടെ നിന്ന്. പക്ഷെ അദ്ദേഹം ഒരു കാര്യം ചെയ്തു കൃത്യമായിട്ട്. എന്നറിയോ? ആ അടച്ചിട്ട മുറിയിൽ നിന്ന് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയതേയില്ല. പിന്നെ AK ആന്റണി ഇടപെട്ടത് നമ്മള് സ്വാഭാവികമായിട്ട് ഒരു ദൃശ്യം കാണുന്ന സമയത്ത് ആരാണെങ്കിലും KC വേണുഗോപാൽ വിളിച്ചെന്ന് പറയുന്നുണ്ട്. അതെല്ലാം ശരിയാണ്. പിന്നെ താങ്കൾ പറഞ്ഞ പോലെ ഗുഡ് ബൈ എന്ന് പറഞ്ഞ ഉടനെ ഗുഡ് ബൈ പറഞ്ഞു ഇതാ അദ്ദേഹം പോകുന്നു. ഇതൊക്കെ എന്തോ നമുക്ക് മനസ്സിലാവുന്നത്. ഫോണിൽ വിളിച്ചിട്ട് KC വേണുഗോപാലിനോട് എനിക്ക് സീറ്റ് കാണുമോ എന്ന് ചോദിച്ചു. സീറ്റ് കാണാൻ ബുദ്ധിമുട്ടായിരിക്കും, ഓക്കെ ബൈ എന്ന് പറഞ്ഞ് അദ്ദേഹം ഫോൺ വെച്ചു. സ്വാഭാവികമായിട്ടും ഓക്കെ ബൈ എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടിയോട് ഓക്കെ ബൈ പറഞ്ഞു എന്നാണ് അർത്ഥം. അദ്ദേഹത്തിന്റെ കൂടെ നിന്ന ചെറുപ്പക്കാരെ, അദ്ദേഹത്തിന്റെ കൂടെ നിന്ന മനുഷ്യരെ പക്ഷെ ഇവിടെ ഒരു പാർട്ടിയാണ്. പക്ഷെ ഒരു കാര്യം നമുക്ക് പറയേണ്ടി വരും. എന്തെന്നറിയോ? ഈ പറയുന്ന രീതിയിൽ അദ്ദേഹം പോകാതിരുന്നപ്പോൾ അണികൾക്ക് അദ്ദേഹത്തിനോട് ഇഷ്ടം കൂടുകയാണ് ചെയ്തത്. അല്ലെ? പോകാതിരുന്നപ്പോൾ ഇന്നലെ രാത്രി വീര്യം വർദ്ധിക്കുകയാണ് ചെയ്തത്. ഇന്നലെ രാത്രി തൊട്ട് ഫേസ്ബുക്ക് തുറന്നു കഴിഞ്ഞാൽ സുധാകരന് വേണ്ടിയിട്ട് മുറവിളി കൂട്ടുന്നത്, അതായത് സുധാകരനെ ഇഷ്ടപ്പെടുന്ന ആരാണ് സുധാകരൻ എന്ന് എന്തായാലും മാധ്യമങ്ങൾക്ക് അതിലൊരു സ്പെഷ്യൽ താങ്ക്സ് നമ്മൾ അങ്ങോട്ട് കൊടുക്കുകയാണ്. ഇതാണ് നിങ്ങളുടെ മാധ്യമം. ഇത്രയും കാലമായിട്ടും BJP-യിലേക്ക് പോകും, സീറ്റ് കിട്ടിയില്ലെങ്കിൽ BJP-യിൽ പോകും, RSS-ഉമായിട്ട് കച്ചവടം നടത്തി RSS-ഉമായി സംസാരിച്ചു വെച്ചേക്കുവാണ് സുധാകരൻ. രാവിലോട്ട് വാർത്തകൾ എന്തായിരുന്നു? BJP-യുമായിട്ട് സുധാകരൻ രഹസ്യ കൂടിക്കാഴ്ചകൾ നടത്തി, അല്ലെങ്കിൽ സുധാകരൻ. ഒരു കാര്യം രാഹുലിനോട് ഞാൻ പറയാം. അത് BJP-ക്കാർ പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ ഇന്നലെ BJP വക്താവിനെയാണ് നമ്മൾ സംസാരിക്കരുത്, അല്ലാതെ ഞാനോ രാഹുലോ അല്ല സംസാരിച്ചത്.
ഒരു വക്താവാണ് പറഞ്ഞത് അദ്ദേഹം വരുന്നതാണെങ്കിൽ ഞങ്ങൾ സ്വീകരിക്കുന്നു. വക്താവിന് പറയാൻ പറ്റും. അല്ല, സ്വാഭാവികമായിട്ട് ഒരു പാർട്ടിയിൽ ഒരു വിഷയം നടക്കുമ്പോ എന്നാൽ അദ്ദേഹം ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വന്നോട്ടെ. അതെ, സുധാകരനെ സംബന്ധിച്ച് സുധാകരൻ ഒരു അസറ്റാണ്. അതിപ്പോ BJP ആണെങ്കിലും ഇപ്പോ ജി സുധാകരൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിട്ടുപോകാൻ നേരത്ത് കോൺഗ്രസ് പാർട്ടി എന്താണ്, അദ്ദേഹം കോൺഗ്രസിലേക്ക് വരികയാണെങ്കിൽ ഞങ്ങൾ 2 കൈ നീട്ടി സ്വീകരിക്കും എന്നാണ് പറഞ്ഞത്. അതേപോലെ തന്നെയാണ് സുരേഷ് കുമാറിനെ. അപ്പോ അതേപോലുള്ള ആളുകളെയൊക്കെ എല്ലാ പാർട്ടിയും പറയും. BJP ആണെങ്കിലും പറയും ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വരും. സന്ദീപ് വാര്യർ പാർട്ടി വിടാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പം ആദ്യമേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് പറഞ്ഞത് ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വരൂ. അത് കഴിഞ്ഞിട്ട് കോൺഗ്രസും പറഞ്ഞു ഞങ്ങളിലേക്ക് വന്നു, കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ 2 കൈ നീട്ടി സ്വീകരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ശക്തനായിട്ടൊരു നേതാവ് ഒരു പാർട്ടി വിട്ടിറങ്ങിയാണെങ്കിൽ പാർട്ടിയുമായിട്ടൊരു അസാരസ്യം കാണുമ്പോൾ സ്വാഭാവികമായിട്ടും കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്ന ഒരു സ്വഭാവമാണ് രാഷ്ട്രീയ പാർട്ടിക്കാരെല്ലാം ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് BJPയും ചെയ്തത്. അദ്ദേഹത്തിന് അവിടെ ഒരു അസാരസ്യം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അപ്പോഴേ ആണോ അങ്ങനെയാണെങ്കിൽ സുധാകരൻ ഞങ്ങളുടെ അടുത്തേക്ക് വരും, ഞങ്ങൾ ഇപ്പോൾ തന്നെ സീറ്റ് തരാം, ജയിക്കുന്ന സീറ്റ് സുധാകരൻ തരാം എന്നുള്ള രീതിയിലേക്കുള്ള സംഭാഷണം അവര് തെറ്റ് പറയാൻ ഒക്കില്ല. കാര്യം അദ്ദേഹം ഒരു അസറ്റാണ്. അതിങ്ങനെ കിട്ടിയ അതും ഈ പറയുന്ന തിരഞ്ഞെടുപ്പ് ചൂടി നിൽക്കുമ്പോൾ അതാണ് രാഷ്ട്രീയം. അല്ല, ഇതുകൊണ്ട് അവസാനമായിട്ട് ജനങ്ങൾക്ക് മനസ്സിലായ ഒരേ ഒരു കാര്യം, ഇവിടുത്തെ മാധ്യമങ്ങളെ വിശ്വസിക്കാൻ പാടില്ല. അല്ല, അത് ഈ പറയുന്ന രീതിയിൽ പത്രത്താളുകൾക്കുള്ളൊരു വില ഇപ്പോൾ സോഷ്യൽ മീഡിയ പറയുകയാണെങ്കിൽ പോട്ടെന്ന് വെക്കാം. സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ അതിൻ്റെതായ രീതിയിൽ ഇത് മുഖ്യധാരാ മാധ്യമം ചേട്ടന്മാർ, നമ്മളെക്കാളും ഒക്കെ വലിയ ചേട്ടന്മാർ, അവരുടെ ഒരു പ്രകടന പരിധി, അവരുടെ പോക്കും വരവും കണ്ട അവരൊക്കെ ഏതാണ്ട് വലിയ ബ്രഹ്മാണ്ടത്തിൽ അങ്ങ് കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ്. ജനാധിപത്യത്തിന്റെ 3ാം തൂണാണല്ലോ. അതെ, തീർച്ചയായിട്ടും. പക്ഷെ ഇതിൽ എല്ലാവരെയും നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. എല്ലാവരും അങ്ങനെയല്ല. ഏറിൽ നിന്ന് വാർത്തയടിക്കുന്ന ചേട്ടന്മാരെ സംബന്ധിച്ച് നമുക്ക് ഒന്നും പറയാനില്ല. നമ്മൾ ഈ കഴിഞ്ഞ ഇത് TRP റേറ്റിംഗിന് വേണ്ടി മാത്രം. അതെ, ഇപ്പോ ഒരു ചാനൽ അടിക്കും, ആ ചാനൽ അടിക്കുന്ന എന്നാ അവരടിച്ചോ, എന്നാ ഞങ്ങളും അടിക്കുമെന്ന്. എന്നാലും രാവിലെ ഞങ്ങളൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് സത്യം ഞാൻ കുറച്ച് മാധ്യമങ്ങളിൽ ഞാൻ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇത്രയും ആധികാരികതയില്ലാതെ ഞങ്ങൾ ചെയ്യില്ല. അതിന് തലപ്പത്തിരിക്കുന്നവർക്ക് കൂടെ വെളിവും വെള്ളിയാഴ്ചയും വേണം. തലയ്ക്കകത്ത് കുറച്ചൊക്കെ ഒരു ആളുതാമസം വേണം, അല്ലെങ്കിൽ വെളിവ് വേണം. അത് ഈ പറയുന്ന പോലെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ ഇനി ഇതല്ല, ഇതിനപ്പുറം സംഭവിക്കാൻ കാര്യമുണ്ട്. കാര്യം നമ്മൾ ഈ വോട്ടെണ്ണൽ ദിവസം കണ്ടിട്ടില്ലേ, ഈ കണ്ട മെഴുകി നിന്നും കൊണ്ട് ഈ ഒരുമാതിരി വേറും വിലയില്ലാത്ത രീതിയിൽ ഓരോന്നും സംസാരിക്കണം. ഇവർക്കൊക്കെ നമ്മൾ കൊടുത്തിരുന്ന വില എന്താ, അവർ കാണിച്ചുകൊണ്ടിരിക്കണം എന്താണ്? ഏതായാലും നമുക്ക് ഇത്രേ പറയാനുള്ളൂ. രാഹുൽ പറഞ്ഞ പോലെ എന്താണ് 4ാം തൂണ് എന്നുള്ളത്, 4ാം തൂണ് എന്നല്ലേ പറയാം, ജനാധിപത്യത്തിന്റെ 4ാം തൂണ്, 4th എസ്റ്റേറ്റ് അല്ലെ. ഈ 4ാം തൂണ് ഉള്ള വില കളഞ്ഞു കുളിക്കാനും നല്ലത്. കഴിഞ്ഞ ദിവസം PG സുരേഷ് കുമാർ എന്ന് പറയുന്ന ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ, എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. അദ്ദേഹം വളരെ ചെറിയ മാധ്യമങ്ങളിലൂടെ വന്ന് ഇപ്പം ഏഷ്യാനെറ്റിന്റെ മുഖമായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിനെ ഇരുത്തി ശ്രീകുമാർ എന്ന് പറയുന്ന വീക്ഷണം പത്രത്തിന്റെ ഒരു മാധ്യമപ്രവർത്തനം, വീക്ഷണത്തിലെ മാധ്യമപ്രവർത്തനം, അദ്ദേഹം എത്രയെങ്കിലും കാലം മാധ്യമപ്രവർത്തനം. രാഹുൽ കേട്ടായിരുന്നു ആ സംഭവം അദ്ദേഹം പറയുന്നത്. എന്നാൽ ഇത്രയും അതിൽ PG സുരേഷിന് ഒരു മറുപടി പറയാനില്ല. എന്ത് പറയും? പക്ഷെ അത് ഏഷ്യാനെറ്റ്, ഞാൻ ഒരു സത്യം പറയാം, ഏഷ്യാനെറ്റ് ആദ്യമേ ഇങ്ങനെയുള്ള കണ്ണും പൂട്ടിയിട്ട് അടിയൊന്നും അടിക്കത്തില്ല. അടിക്കുന്ന വേറെ ചിലരൊക്കെയാണ്, അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഏതായാലും സാധാരണ ജനത്തിന് ഈ പറയുന്ന രീതിയിൽ എന്താണ് കെ സുധാകരൻ അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകർ ഇത് കോൺഗ്രസിന്റെ ഒരു സ്ട്രാറ്റജി, ഭയങ്കര ഊർജ്ജമാണ് ഉണ്ടായിക്കൊണ്ടിട്ടുണ്ട്. ഒരു ഭയങ്കര ഊർജ്ജം ഉണ്ടായത്. സുധാകരനെ ഇട്ട് കൊടുത്തിട്ട് ഇന്നലെ പിണറായി വിജയൻ ഇത് കൊടുക്കുന്നത് പോലും ആരും കണ്ടില്ല. അല്ല, ആർക്കും ഒരു താല്പര്യം ഉണ്ടായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറ്റി ഇന്നലെ ചർച്ച പോലും ചെയ്തില്ല. എല്ലാം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയായിട്ട് മാത്രം പോയി. ഇത് ചിലപ്പോ ഒരു രാഹുൽ പറഞ്ഞ ആ പോയിന്റ് കറക്റ്റ് ആട്ടോ. കോൺഗ്രസിന്റെ സ്ട്രാറ്റജി ആയിരിക്കാം, അത് അറിയില്ല. എന്തായാലും അദ്ദേഹം പത്രിക സമർപ്പിക്കാൻ പോയതിന്റെ വില എങ്ങും ആരും തിരിഞ്ഞു നോക്കില്ല. ഞാൻ അത് നോക്കാനൊന്നുമില്ല, കാര്യം വേറെ ഞാൻ കണ്ടാൽ എനിക്കറിയില്ല. എന്തായാലും 3ാം തവണ മത്സരിക്കാൻ പോകുന്നു, 3ാമത് എന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ വലിയ ഇതൊക്കെ ഉണ്ടാക്കാമായിരുന്നു, ഹൈപ്പ് ഭയങ്കര ആക്കായിരുന്നു. പക്ഷെ ഒന്നും ആയില്ല. ഏതായാലും ഇനി താങ്കൾ പറഞ്ഞ പോലെ ഇനി വല്ല സ്ട്രാറ്റജി വല്ലതും ആണെന്ന്. ഏതായാലും നമുക്ക് നന്ദിയും നമസ്കാരവും മാത്രമേ ഈ മാധ്യമപ്രവർത്തകരോട് പറയാനുള്ളൂ. അദ്ദേഹത്തിന് ഉണ്ടാക്കി കൊടുത്തൊരു ഹൈപ്പ് ഉണ്ടല്ലോ, ആ ഹൈപ്പിൽ നമുക്ക് വളരെ കടപ്പാടുണ്ട് അല്ലേ. ആർക്ക്? കെ സുധാകരൻ ഇത്രയും വലിയൊരു ഹൈപ്പ് അണികൾക്കിടയിൽ നിങ്ങൾ പറഞ്ഞ പോലെ സാമൂഹ്യ മാധ്യമങ്ങൾ അദ്ദേഹത്തോടുള്ള ഇഷ്ടം കൂടുകയാണ് ചെയ്തത്.